നമ്മൾ 9 വരെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഒരു സെഷനിൽ ചെയ്തത്. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ. നമ്മൾ ഉദ്ദേശം ചെറിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ഓരോ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ച് സ്റ്റക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് എവിടെ നിന്നാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആൻസറിലേക്ക് പോകാം. ഇവിടെ നെക്സ്റ്റ് വരുന്ന ഇങ്ങനെയാണ്. 1 - 2 6 3 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര x അക്ഷത്തെ P എന്ന ബിന്ദുവിൽ മുറിച്ചു കടക്കുന്നു. P യുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, line joining 1 - 2 and 6 3 meets x axis at P. Find coordinates of P. ഇവിടെ ഈ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇങ്ങോട്ടേക്ക് x axis ഉണ്ട്, x അക്ഷമുണ്ട്. മുകളിലേക്ക് y അക്ഷമുണ്ട് അല്ലേ, y axis ഉണ്ട്. കണ്ടാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലേ. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ അല്ലേ. ആധാര ബിന്ദുവാണ്, ഒറിജിൻ ആണ്. അവിടെയുള്ള സൂചക സംഖ്യ എപ്പോഴും എന്താണ്, ഒറിജിന്റെ സൂചക സംഖ്യ അല്ലെ, കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0 0 ആണ് അല്ലെ. സൂചക സംഖ്യകൾ നമ്മൾ എപ്പോഴും എക്സും വൈയും ചേർത്തിട്ട് ജോഡികളായിട്ടാണ് പറയുക, പെയർ ആയിട്ടാണ് പറയുക 0 0. അപ്പൊ ഇവിടെ എപ്പോഴും 0 ആയിരിക്കും നമ്പർ ഉണ്ടാവുക, ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് ഉള്ളത്. ഇതാണ് P എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചെന്താ, ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് P എന്ന് പറയുന്ന ഈ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. മക്കളെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇത് നോക്കി ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പർ ഒന്നും കാണാൻ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. ഇവിടെ ഏതാണെന്ന് വരുമെന്നും പറയാൻ, കാരണം ഈ ഒരു പോയിന്റ് 1 - 2 ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഒന്ന് നേരെ x 1 ആയതുകൊണ്ട് നേരെ x ലേക്ക് നമ്മൾ ഇങ്ങനെ നീട്ടി വരച്ച ഇവിടെ ചിലപ്പോൾ 1 വരാം, ചിലപ്പോഴല്ല ഇവിടെ 1 ആവാം. അതുകൊണ്ടാണ് ഇവിടെ 1 വരുന്നത് അല്ലെ, ശരിയാണ്. ഇനി y - 2 എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇതാ y ആക്സിസിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ച് ഇവിടെ -2 വരാം. അത് വരെ നമുക്ക് okay ആണ്. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് തൊട്ടടുത്തത് ഇത് 1 ആയതുകൊണ്ട് ഇത് 2, ഇത് ബാക്കി 3 4 എന്നൊന്നും പറയാൻ പറ്റണമെന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ വരില്ല അല്ലെ. ഇനിയിപ്പോ മേലെ നോക്കിയാൽ നോക്കിയതാ, ഇവിടെ നിങ്ങൾക്ക് 6 3 ആ തന്നത്, 6 3. അതിന്റെ അർത്ഥം എന്താ, നേരെ താഴോട്ടേക്ക് നമ്മളിങ്ങനെ വരച്ചാൽ എന്താണ്, ഇതാ ഇവിടെ താഴെ വരുന്നത് 6 ആണ് വരിക, ഇവിടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരച്ച y യുടേത് 3 ആണ് വരിക. അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തണം അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ഒരു ട്രിക്ക്, ഒരു ഏറ്റവും സിമ്പിൾ ഐഡിയ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു വന്ന് സംസാരിച്ചത്. അപ്പൊ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് പറയാനായിട്ട് പറ്റും. ഇതാ ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ. ആദ്യം നോക്കേണ്ടത്, ഇവിടെ 1 - 2 ആണ് ഉള്ളത്, ഈ വരയുടെ ഇങ്ങേ അറ്റത്ത് 6 3 ആണ് ഉള്ളത്. നിങ്ങൾ ആദ്യം ഇവിടുത്തെ x ഡിഫറൻസ്, നമ്മൾ പണ്ട് റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പഠിച്ചപ്പോൾ, അംശബന്ധത്തിൽ കട്ട് ചെയ്യാൻ പഠിച്ചപ്പോൾ x ഡിഫറൻസും y ഡിഫറൻസും ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ, x വ്യത്യാസമൊക്കെ. അപ്പൊ നിങ്ങൾ ഈ തന്നിരിക്കുന്ന രണ്ടിന്റെയും x ഡിഫറൻസ് എത്രയാണെന്ന് നോക്കിയേ. x ഡിഫറൻസ് എന്ന് വെച്ചാൽ x സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, x വ്യത്യാസമാണ് വേണ്ടത്. x കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ 1 ആണ്, ഇവിടെ 6 ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ 1 ആണ്, ഇവിടെ 6 ആണ് ഉള്ളത്. ഡിഫറൻസ് മീൻസ് അതിന്റെ ലെങ്ത് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് ചേഞ്ച് ചെയ്തത്, എത്രയാണ് കൂടിയത് എന്നാണ് നമുക്ക് വേണ്ടത്. കണ്ടാൽ മനസ്സിലാവും എത്ര വരിക. ഇവിടെ 6 ആണ് ഉള്ളത്, 6 മേലെ 6 ആണ്, താഴെ 1 ആണ്. 6 1 പോയാൽ 5 ആണ് ഉള്ളത്. അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ y ഡിഫറൻസ് നോക്കുക. y വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര കൂടി എന്നാണ് നമുക്ക് വേണ്ടത്, y വ്യത്യാസം അല്ലെങ്കിൽ y ഡിഫറൻസ്. ഓക്കെ, y ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ 6 1 പോയതുകൊണ്ട് നിങ്ങൾ അതേപോലെ 3ഉം ഇവിടെ 2ഉം ഉള്ളത് അല്ലെ. വ്യത്യാസം വെച്ചാൽ മറ്റേ ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരിക, എത്ര കൂടി എന്ന് കാണണമെങ്കിൽ അങ്ങനെ ചെയ്യണമല്ലോ. അപ്പൊ ഏറ്റവും മേലെ 3 ആണ് ഉള്ളത്, അതിൽ നിന്നും എത്ര കുറക്കണം, -2 ആണ് കുറക്കേണ്ടത്. അപ്പൊ -2 കുറച്ചു. അപ്പൊ നമുക്കറിയാവുന്നതാണ് 3 - -2 ആണ് അല്ലെ. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ആക്കണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് കിട്ടും, എത്ര വരും, 3 + 2 ആണ്, അതും എത്ര തന്നെ വരുന്നത്, 5 ആണ് വരുന്നത്. അതായത് ഇവിടുത്തെ ഐഡിയ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 1 ഉള്ളത് നേരെ ഇങ്ങേറ്റത്ത് എത്തിയപ്പോൾ അത് 5 എണ്ണം കൂടി അല്ലെ, എക്സിൽ 5 എണ്ണം കൂടിയിട്ട് എന്തായി മാറി, 6 ആയി മാറി. അതേപോലെ y - 2 ഉള്ളത് നേരെ ഇങ്ങെത്തിയപ്പോൾ 5 എണ്ണം തന്നെ കൂടിയിട്ടാണ് 3 ആയത്. എന്താ അതിനർത്ഥം, ഇതാണ് നമ്മുടെ നമ്പർ എങ്കിൽ ഇതാ -2 ഇവിടെ ഉണ്ടാവും, അതിനോട് 5 എണ്ണം കൂടി എന്ന് വെച്ചാൽ അടുത്തത് 1 കൂടിയപ്പോൾ -1 ആവും, അടുത്തത് ഇവിടെ 0 വരും, പിന്നെ 1, പിന്നെ 2, പിന്നെ 3, ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ -2ന്റെ അടുത്ത് 1 2 3 4 5 എണ്ണമാണ് കൂടിയത്. അപ്പൊ രണ്ടിലും ഒരേ വ്യത്യാസം ഉള്ളത് അല്ലെ. എക്സിനോട് എത്രയാണോ കൂടിയത് അതേപോലെ തന്നെയാണ് വൈനോടും കൂടിയത്. അപ്പൊ ഇതിനടുത്ത് എങ്ങനെ P ന്റെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക, സിമ്പിൾ ആയിട്ട് കിട്ടും. നോക്കിക്കോ, ഇവിടെ ഒരു കാര്യമുണ്ട്. P എന്ന് പറയുന്നത് x അക്ഷത്തിലുള്ള ബിന്ദുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യോജിപ്പിക്കുന്ന വര x അക്ഷത്തെ P യിൽ മുറിക്കുന്നു അല്ലെ. മീൻസ് x axis at P എന്നാണ് പറഞ്ഞത്. അപ്പൊ P എന്ന് പറയുന്നത് x ൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ എന്ത് പറയാൻ പറ്റും, y എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. അതിലൊരു സംശയമില്ലാണ്ട് പറയാം അല്ലെ. x അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിന്റെ y സൂചക സംഖ്യ 0 ആണ് അല്ലെ. x ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ y 0 ആണ്, അപ്പൊ x ആണ് കണ്ടുപിടിക്കേണ്ടത്.
നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയത് നോക്കിക്കോ. ഇത്രയേ ഉള്ളൂ, പണിയൊന്നുമില്ല. ഇതാ ഈ വര ഞാൻ വെറുതെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി പെട്ടെന്ന് സിമ്പിൾ ആക്കാൻ വരക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമ്മളെ ലൈൻ ഉള്ളത്. അപ്പോൾ ഇവിടെ 1 അതുപോലെ -2 ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെയാണ് P ഉള്ളത് അല്ലേ. P ഇവിടെയാണ് ഉള്ളത്. ആ P യുടെ പിന്നെ കോർഡിനേറ്റ് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. P യുടെ ഇതിൽ എന്ന പ്രത്യേകത x നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ y വരുന്നിടത്ത് എപ്പോഴും 0 ആയിരിക്കും. കാരണം P എന്ന് പറയുന്നത് x അക്ഷത്തിലാണെന്ന് മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ x 1 ഉള്ളത് നേരെ ഇവിടെ 1 ഉണ്ടായത് 5 എണ്ണം കൂടിയിട്ടാണ് 6 ആയത്. അതേപോലെ y യും അതേ 5 എണ്ണം തന്നെയാണ് കൂടിയത്. എന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെയാണ് കൂടി കൂടി പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. അതേപോലെ ആണെങ്കിൽ നിങ്ങൾ ഇതാ ഒരു വരയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ പോയിന്റിൽ എത്തുമ്പോഴും എത്രയാണോ ഒരു കോർഡിനേറ്റ് കൂടുന്നത് അത് തന്നെയായിരിക്കും മറ്റേ കോർഡിനേറ്റും കൂടുക. അതായത് x ആക്സിലുള്ള ചേഞ്ച് എന്താണോ അത് തന്നെയാണ് y ആക്സിലുള്ള ചേഞ്ചും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഇവിടെ തൊട്ട് താഴെ y ഉള്ളത് -2 ആണ്. സംശയമില്ലല്ലോ, -2 ആണ്. അത് ഇവിടെ എത്തിയപ്പോൾ 0 ആയി മാറി. അപ്പോൾ -2ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 0 ആവുക? -2ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 0 ആവുക? ഇവിടെ ഈ മേലെ വരച്ച വര നോക്ക്, ഇതാ മേലെ വെച്ച വര നോക്ക്, ഇതാ ഈ വര നോക്ക്. ഇവിടെ -2 ഉണ്ട്. 1 കൂട്ടിയാൽ -1, ഒന്നും കൂടെ കൂട്ടിയാൽ 0. എന്ന് വെച്ചാൽ 2 എണ്ണം കൂട്ടണം അല്ലെ. -2ന്റെ കൂടെ 2 എണ്ണം കൂട്ടിയപ്പോൾ 0 കിട്ടി. ഇവിടുത്തെ y 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? x കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടുത്തെ x ആയ 1ന്റെ കൂടെ അതേ 2 എണ്ണം തന്നെ കൂടണം. അപ്പോൾ 1 × 2 3 കിട്ടും. അപ്പോൾ ഇവിടുത്തെ x നമുക്ക് 3 കിട്ടും. ഐഡിയ കിട്ടുന്ന വിചാരിക്കുന്നു. ഒന്നുമില്ല, താഴത്തെ x ന്റെ കൂടെ 5 എണ്ണം കൂട്ടിയപ്പോൾ മേലെയുള്ള x ആയ 6 കിട്ടി. താഴത്തെ y ന്റെ കൂടെയും 5 തന്നെ കൂട്ടിയപ്പോൾ മേലെയുള്ള y ആയ 3 കിട്ടി. രണ്ടിലും ഒരുപോലെയാണ് വ്യത്യാസം വരുന്നത്, ഒരുപോലെയാണ് കൂടുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അതേപോലെ ആണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലായി y -2 ഉള്ളത് 2 എണ്ണം കൂട്ടിയപ്പോൾ 0 ആയി. അപ്പോൾ അതേ 2 എണ്ണം x ലോടും കൂട്ടുക. അപ്പോൾ 1നോട് 2 കൂട്ടി നമുക്ക് 3 കിട്ടും. അപ്പോൾ ഇവിടുത്തെ സൂചക സംഖ്യ x ന് 3 എന്ന് കൊടുക്കുക, y 0 ആണ്. അപ്പോൾ P യുടെ വരുന്നത് 3, 0. ഇതിന്റെ ഒരു ആശയം ഇത്രയുള്ളൂ. ചേഞ്ച് ഇൻ x ആക്സിസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ y ആക്സിസ്. ഓക്കെ ആണോ? റെഡി ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇനി അങ്ങോട്ടെല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സൂചകാക്ഷങ്ങൾ വരച്ചു 1, 2, 2, 4, 5, 2 ഇവ സൂചക സംഖ്യകളായ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. എന്താണ്? ഡ്രോ x ആൻഡ് y ആക്സിസ് അല്ലെങ്കിൽ ഡ്രോ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് ആൻഡ് മാർക്ക് ദി ഗിവൺ പോയിന്റ്സ് 1, 2, 2, 4, 5, 2. അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഈ ബിന്ദുക്കൾ 3 മൂലകളായ സാമാന്തരികം വരയ്ക്കുക. അതിന്റെ 4ാം മൂലയുടെ സൂചക സംഖ്യകൾ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഫോം എ പാരലോഗ്രാം, ഫൈൻഡ് ഫോർത്ത് വെർട്ടെക്സ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇത് പറയണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതൊരു 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്, 4 അല്ലെങ്കിൽ 5 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം വര വരച്ചു കൊടുക്കുക, വര വഴിയൊന്നുമില്ല അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? നല്ല അടിപൊളിയായിട്ട് ആ പറയുന്ന സൂചകാക്ഷങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുക്കുക. ഇത് വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം? ആദ്യം x നീറ്റ് ആയിട്ട് വരക്കുക. ഞാനിത് ഒറ്റ വര ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് x കിട്ടി. ഇനി കുത്തനെ താഴോട്ട് എന്ത് ചെയ്യുക? y യും വരക്കുക. y യും നിങ്ങൾ നീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതാ x, y നമ്മളിങ്ങനെ വരച്ചു. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരക്കണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കല്. അപ്പോൾ ഇതൊക്കെ നീറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. സ്കെയിലും പെൻസിലും തന്നെ ഉണ്ടാവണം. x, y എന്നൊക്കെ മാർക്ക് ചെയ്യുക. ഇനി ഓരോ പോയിന്റ് ആയിട്ട് കൊടുക്കണം. ഇവിടെ നോക്കിയാൽ 1, 2 അല്ലെ, എക്സിൽ വരുന്നത് 1, 2, 5 ഉള്ളത്. അപ്പോൾ 5 വരെയെങ്കിലും നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തണം x അക്ഷത്തിൽ. ഇനി y-ലോ 2, 4, 2. അപ്പോൾ 4 വരെയാണ് ഏറ്റവും ടോപ്പ് y-ൽ വരുന്നത്. നെഗറ്റീവ് നമ്പർ ഒന്നും ഇല്ല, അതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കണമെന്നില്ല, ചിലപ്പോൾ വേണ്ടി വരും. നോക്കാം. അപ്പോൾ ഏകദേശം ഒരേ അകലത്തിൽ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല മിനിമം നിങ്ങൾ 1 സെന്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് വെച്ചിട്ട് വേണം എല്ലാ ആക്സിലും എല്ലാ അക്ഷങ്ങളിലും പോയിന്റ് അടയാളപ്പെടുത്താൻ. ഓക്കെ, 1/2 സെന്റിമീറ്റർ ആരും എടുക്കേണ്ട, ചെറുതായി പോകും, ചിത്രം ചെറുതാവും, കാണാൻ രസം ഉണ്ടാവില്ല, നമുക്ക് കൺഫ്യൂഷൻ വരും. മിനിമം 1 സെന്റിമീറ്റർ എടുക്കുക. ചെറിയ നമ്പർക്ക് ഇതുപോലെ ചെറിയ നമ്പറൊക്കെ 5 വരെയൊക്കെയാണ് വേണമെങ്കിൽ 2 സെന്റിമീറ്റർ എടുത്തിട്ട് തന്നെ കുറച്ച് വലുതായിട്ട് വരക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പോയിന്റ്, ഇത് 0 ആണല്ലേ, ആധാര ബിന്ദു 0 ആണ്. പിന്നെ ഇതാ ഇത് 1, 2, 3, 4, 5. ഞാൻ 5 പോയിന്റ് തൽക്കാലം കൊടുക്കാം, 6 എണ്ണം കൊടുത്തു. ഇനി മേലോട്ട് അതേപോലെ ഏകദേശം അതേ ഡിസ്റ്റൻസ് തന്നെ 1, 2, 3, 4. ഓക്കെ, എത്ര മതി? വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാലോ. ഇനി ഓരോ പോയിന്റ് ആയിട്ട് കൊടുക്കുക. അതേപോലെ 1, 2 ഇങ്ങനെ എഴുതി കൊടുക്കണം. 3, 4, 5, 6. എക്സാമിന് വന്ന താഴോട്ടും ഇങ്ങനെ സൈഡിലേക്ക് 2 നെഗറ്റീവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അതും കൂടി കൊടുത്താലേ വൃത്തി ഉണ്ടാവുമല്ലോ. ഓക്കെ, 1, 2, 3, 4 നീറ്റ് ആയിട്ട് കൊടുക്കുക. ബാക്കി വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. താഴേക്ക് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അകലം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് മാർക്ക് ചെയ്യണം. മടി കാണിക്കാൻ പാടില്ല, മാർക്ക് കിട്ടൂല. മടി കാണിച്ചാൽ മാർക്ക് ഉണ്ടാവില്ലേ. ബാക്കി -1 എല്ലാം അതുപോലെ തന്നെ കൊടുക്കുക. -1, -2, -3, -4 താഴോട്ട് പോകും. ഇങ്ങോട്ടും അതുപോലെ തന്നെ -1, -2, -3, -4, -5. ഇനി ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഐഡിയ മനസ്സിലാവും എന്താ ഇത് ചിത്രം എന്നാ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പോയിന്റ് ആയിട്ട് എടുത്തോ. ആദ്യം ഏതാ വരുന്നത്? 1, 2 ആണ്. യെസ്, 1, 2. അപ്പോൾ 1, 2 ഇതാ x ആണ് ആദ്യം നോക്കേണ്ടത്. ആദ്യത്തെ നമ്പർ x-ലാണ് അല്ലേ. ഇങ്ങനെയുള്ള കുത്തനെയുള്ളതല്ല, ഇങ്ങനെയുള്ള വര. ഓക്കെ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. y വരുന്നതാണ് വെർട്ടിക്കൽ. ഓക്കെ, കുത്തനെയുള്ളത്.
അപ്പോൾ എക്സിൽ 1 2 ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ 1 ഇവിടെയുണ്ട്, 2 നേരെ മേലെ ഏകദേശം ഈ ഭാഗത്ത് വരും. നിങ്ങൾ സ്കെയിൽ വെച്ച് നമുക്ക് വേഗം കിട്ടും. ഇതാണ് 1 2. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് 1 2 എന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ എഴുതണ്ട. ഇനി എക്സാമിന് വന്നാൽ ചിലപ്പോൾ ഇതിന് എ, മറ്റേത് ബി ആണ്, ഇത് സി ആണെന്നൊക്കെ ചിലപ്പോൾ പേര് തരും. അങ്ങനെ പേര് മാത്രം എഴുതി കൊടുത്താൽ മതി. 1 2 ആയി. അടുത്ത 2 4 ആണ്. 2 4 2 4 2 ഇവിടെയുണ്ട്, 4 വൈയിലാണ്. അപ്പോൾ വൈയിൽ ഞാൻ നേരെ പോയി നേരെ അതിന് നേരെ പിടിച്ചിട്ടുക. ഇത് 2 4 എന്ന് കൊടുത്തു, 2 4 ആയി. അടുത്ത വരുന്നത് 5 2 ആണ്. അപ്പോൾ എക്സിൽ 5 വേണം, വൈയിൽ 2 വേണം. അപ്പോൾ ഇതാ നേരത്തെ വരച്ച പോലെ ഇതാ 2 നേരെ പോയിട്ട് ഇതാ 5 നേരെ വെച്ചു, ഇങ്ങനെ കിട്ടി. അത് വരുന്നത് 5 2 ആണ്. മാർക്ക് നമ്മൾ ചെയ്തു കൊടുത്തു. ഇത്രയും ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മാർക്കോളം കിട്ടും. ഓക്കെ, 3 മാർക്കോളം കിട്ടും. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി ചോദിച്ചെന്താ, ഈ ബിന്ദുക്കൾ 3 മൂലകളായ സാമാന്തരികം വരയ്ക്കുക, അതിന്റെ 4ാം മൂലയുടെ സൂചക സംഖ്യ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് 3 മൂലകളായി വരുന്ന രീതിയിൽ സാമാന്തരികം വരക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, സ്കെയിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 2 വരയും കൂടെ യോജിപ്പിച്ച് വരക്കുക. ഇത് രണ്ടും കൂടെ നേരെ നീട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ച് വരക്കുക. സാമാന്തരികത്തിന് ഒരു വശമായി. അടുത്ത ഇതാ ഇതിനെ നേരെ നീട്ടിയിട്ട് ഇങ്ങോട്ടേക്കും വരക്കുക. ഇതാ, കാരണം ഇതെന്താ, ഇവിടെ y 2 ആണ്, ഇതിലും y 2 ആണ്. അപ്പൊ രണ്ടും എന്താണ്, പാരലൽ ആണ്, നമ്മുടെ x ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് സാമാന്തരികം ആക്കണമെങ്കിൽ അടുത്ത വരെ എങ്ങോട്ടാ പോകേണ്ടത്? സാമാന്തരികം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, പാരലോഗ്രാം ആണ്. ഇതാ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതാ ഇതിന് പാരലൽ ആയിട്ട് ഈ താഴെയുള്ള നീളത്തെ വരക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് വരച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യുക, നേരെ പെൻസിൽ എടുക്കുക, അതിന് നേരെ അതേപോലെ തന്നെ പാരലൽ ആയിട്ട് ഒരു ലൈൻ നേരെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് എവിടെയാ വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പറയാൻ പറ്റും. ഏകദേശം ഇങ്ങനെ വെച്ചു കൊടുക്കുക. അടുത്ത് എന്ത് ചെയ്യുക, അത് അടുത്തത് ഇങ്ങോട്ടേക്കും ഇങ്ങനെ നീറ്റായിട്ട് വരച്ചു കൊടുക്കുക. അത് ചെരിയാനോ വളയാനൊന്നും പാടില്ല. അത് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. നോക്കിക്കോ, ഇവിടെ x 1 2 ഉള്ളത്, ആ 1 ഉള്ളത് ഇങ്ങനെ എത്തിയപ്പോൾ x 5 ആയി മാറി. 5 2 5 ആയിട്ട് മാറി. അപ്പൊ 1ന്റെ കൂടെ 4 കൂടിയിട്ടാണ് 5 ആയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ അടുത്ത പോയിന്റ് കിട്ടണമെങ്കിലോ, ഇവിടെ x 2 ഉള്ളത്, അതിന്റെ കൂടെ സെയിം 4 കൂട്ടുക. 4 കൂടിയാൽ എത്രയായി മാറും? അത് 6 ആയി മാറും അല്ലെ? അപ്പൊ 6 ആയിട്ട് മാറുന്നതുകൊണ്ട് എന്തായി, 4 ഉള്ളത് 2ന്റെ ഒപ്പം 4 കൂട്ടി 6 ആവും. അപ്പൊ 6ന് നേരെ വരുന്ന രീതിയിലേക്കാണ് ആ പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഉറപ്പായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും. ഇനി y കിട്ടണമെങ്കിൽ ഇതാ 2 ഈടിയും 2 ആണ്. അപ്പൊ ഇവിടെ 4 ആണെങ്കിൽ y ഇതിന് നേരെ 4 തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് 6 4 തന്നെയാണ് വരിക. ഇനി മേലോട്ടം നോക്കുന്നെങ്കിൽ ഇതാ കണ്ടാൽ മനസ്സിലാവും, 1 ഉള്ളത് മേലെ 2 ആയി. അപ്പൊ 5 ഉള്ളത് മേലെ 6 ആയി മാറും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പാരലോഗ്രാം. അതിന്റെ 4ാമത്തേത്, ഫൈൻഡ് ഫോർത്ത് വെർട്ടെക്സ്. 4ാമത്തേത് 6 4 എന്ന് നിങ്ങൾക്ക് കിട്ടും. എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്, ചെയ്യേണ്ട കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, 5ഉം 2ഉം കൂടെ കൂട്ടുക, 7 കിട്ടും. 7 ന്ന് 1 പോയാൽ 6. നിങ്ങളോട് ഇത് വരക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ വരച്ച് കാണിച്ചതേ ഉള്ളൂ. നിങ്ങളോട് പറഞ്ഞാൽ ഈ ബിന്ദുക്കൾ 3 മൂലകളായ സാമാന്തരികം വരക്കണം അല്ലേ? ഓക്കെ, സോറി. മറ്റൊരു ക്വസ്റ്റ്യനിൽ വരക്കാൻ പറയാതെയും എന്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് 3ഉം കൂടെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന സാമാന്തരികത്തിന്റെ 4ാമത്തെ മൂലയുടെ വേർട്ടെക്സ് സൂചക സംഖ്യ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് ദി ഫോർത്ത് വേർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരക്കാൻ പറയാറില്ല, ചിലപ്പോൾ പറയാം. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫോം എ പാരലോഗ്രാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരച്ചു കൊടുത്തു നമ്മൾ. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, വരക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ ആദ്യം വരച്ച പോലെ മാത്രം എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഈ ഓപ്പോസിറ്റ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടല്ലോ. ഓപ്പോസിറ്റ് 2ഉം കൂടെ 5ഉം 2ഉം കൂടെ കൂട്ടുക, 7 കിട്ടും. 7 ന്ന് 1 പോയാൽ 6 വരും. 2 4 കൂട്ടി 6 ആണ്. 6 ന്ന് 2 പോയാൽ 4 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 4 അല്ലെങ്കിൽ 5 മാർക്ക് വരെ ഇവിടെ കിട്ടും. ഇവിടെ വരക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്, 5 മാർക്ക് കിട്ടും. ഓക്കെ, ചിലപ്പോൾ ചോദിക്കൽ ഇതിനെല്ലാം കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ഒരു രൂപത്തിന്റെ പേരെന്തെന്ന് ചോദിക്കും. ഇവർ നേരിട്ട് സാമാന്തരികം എന്ന് പറയാതെ ആ കിട്ടുന്ന രൂപത്തിന്റെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ മനസ്സിലാക്കുക എന്താണ്, അത് സാമാന്തരികമാണ് എന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ പാരലലോഗ്രാം ആണ് അല്ലെ, പാരലലോഗ്രാം ആണ്. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ ചിലപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ കിട്ടുന്നതിന് പകരം നിങ്ങൾ വരക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ നമ്മളെ വീട്ടിന്റെ കൂടാരെല്ലാം വരക്കുന്നില്ലേ, പണ്ടത്തെ ചിത്രമൊക്കെ വരക്കുന്ന പോലെ. അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് പാരലൽ ആയിരിക്കും. ഇപ്പുറം ഇപ്പുറമുള്ള പാരലൽ ആയിരിക്കില്ല, പക്ഷെ ഈക്വൽ ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താണ്, ഐസോസിലസ് ട്രപ്പീസിയം എന്നാണ് വിളിക്കുക. ട്രപ്പീസിയം, സമപാർശ്വ ലംബകം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ലംബകം, അത് ഓർമ്മിക്കണേ. സമപാർശ്വമായിരിക്കും, കാരണം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സമപാർശ്വ ലംബകമായിരിക്കും. ഐസോസിലസ് ആണ്, ഐസോസിലസ് ട്രപ്പീസിയം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം. ക്ലിയർ? ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെയും ഷേപ്പ് വരാറുണ്ട്. ഇത് ഓക്കെ പാരലൽ ആയിരിക്കും, ഇത് ഇങ്ങനെയും വരും, ഇത് പാരലൽ ആയിട്ട് വരും, ഇത് ഈക്വലിന് പകരം എന്താ കുത്തനെയൊക്കെ വരാം. ഇത് കണ്ടാൽ മനസ്സിലാവും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് പാരലൽ ആയിരിക്കും, പക്ഷെ ബാക്കി രണ്ട് ഓപ്പോസിറ്റ് പാരലും അല്ല ഈക്വലും അല്ല. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ട്രപ്പീസിയം. അതാണ് ട്രപ്പീസിയം അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ലംബകം. ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ്, ചിത്രത്തിൽ ഒരു വര അക്ഷങ്ങളെ എ ബി എന്നീ ബിന്ദുക്കളിൽ മുറിക്കുന്നു. OA = 5, OB = 3. എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് ചിത്രം കാണാനില്ല അല്ലേ? ഓക്കെ, നമുക്ക് ചിത്രം ഇവിടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു.
ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ചിത്രം കാണിക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. എക്സും വൈ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ചിത്രത്തിൽ ഒരു വര എ ബി എന്നീ ബിന്ദുക്കളിൽ മുറിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. ഒ എ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ബി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഒ ബി കിട്ടി. അപ്പോൾ ഒ എയുടെ നീളം ഇവിടെ ഒ ആണ്. ഒ നമുക്ക് ആധാര ബിന്ദുവാണെന്ന് അറിയാം. അപ്പോൾ ഒ യുടെ നീളം 5 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ തന്നെ ഒ ബി 3 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യ എഴുതുക അല്ലെ. റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് എ ആൻഡ് ബി. അപ്പൊ എന്താ കിട്ടുക? എയുടെ കിട്ടണ കണ്ടാൽ മനസ്സിലാവും. എ എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിലുള്ളത്. എപ്പോഴും മനസ്സിലാക്കുക, എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ വൈ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്റെ കിട്ടണമെങ്കിൽ ഒരു പണിയില്ല. എ എക്സ് അക്ഷത്തിലായതുകൊണ്ട് തന്നെ എക്സ് അറിയില്ല, വൈ 0 ആണ്. എക്സിന് പണിയുണ്ടോ? ഒ എയുടെ കംപ്ലീറ്റ് നീളം അല്ലെ, ഇവിടെ മുതൽ ഇതുവരെയുള്ള നീളമാണ് 5 തന്നത്. അപ്പൊ എന്ത് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഇങ്ങോട്ടുള്ള പോയിന്റ് ഇവിടെ എക്സ് 5 ആണ് ഉണ്ടാവുക. അപ്പൊ 5 കിട്ടി. ഇനി ബി കിട്ടാൻ വലിയ പണിയുണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് കിട്ടും. ബിയും ദാ വൈ ആക്സിലുള്ളത്, വൈ അക്ഷത്തിലുള്ള ഒരു ബിന്ദു ആയതുകൊണ്ട് തന്നെ വൈ അക്ഷത്തിലുള്ള ബിന്ദു ആണെങ്കിൽ അതിന്റെ എക്സ് 0 ആയിരിക്കും, എക്സ് 0 ആയിരിക്കും. വൈ കിട്ടാൻ ഒരു പണിയില്ല. ഇവിടെ മുതൽ ഇതുവരെയുള്ള നീളം തന്നിട്ടുണ്ട് 3 ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് 3 ആണ് വൈ അക്ഷം വരിക. അപ്പൊ അത് പോയിന്റ് കിട്ടി, എയും കിട്ടി, ബിയും കിട്ടി. 5 0 0 3. ഇനി എന്താ, വരയുടെ ചെരിവ് കണക്കാക്കുക എന്നാണ് പറയുന്നത് അല്ലെ. റൈറ്റ് സ്ലോപ്പ് ചെരിവ് കണക്കാക്കുക എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ വരയുടെ സമവാക്യം എഴുതാനും പറയുന്നുണ്ട്. അപ്പൊ ഫൈൻഡ് ദി സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട്. സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കിട്ടും? സ്ലോപ്പ് കിട്ടാൻ നമുക്ക് ഒരു പണിയുമില്ല. ഈ വരയുടെ സ്ലോപ്പാണ് വേണ്ടത്. അപ്പൊ എന്താണ്, എയും കിട്ടി, ബിയും കിട്ടി അല്ലെ. സൂചക സംഖ്യകൾ കിട്ടിയിട്ടുണ്ട്. എയുടേത് വരുന്നത് 5 0 ആണ്. ഓക്കെ, ബിയുടെ വരുന്നത് 0 3 ആണ്. 0 3 ആണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ലോപ്പ് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. നമുക്ക് എഴുതാം. ഇതാ സ്ലോപ്പ് ഈക്വൽ ടു സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് ഈക്വൽ ടു ഫോർമുല വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. y ഡിഫറൻസ് ഡിവൈഡഡ് ബൈ x ഡിഫറൻസ് അല്ലെ. y വ്യത്യാസം ബൈ x വ്യത്യാസം ആണ് സ്ലോപ്പിന്റെ ഫോർമുല. അപ്പൊ എന്ത് വരും? ഇതാ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നാണ് ഉണ്ടാവുക. അപ്പൊ ഫോർമുല കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മൈനസ് 0 ബൈ 0 മൈനസ് 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0 മൈനസ് 3 ബൈ 5 മൈനസ് 0 എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3 മൈനസ് 0 എഴുതാം. ഓക്കെ, ഞാൻ y2 3 ആയിട്ട് എടുക്കാം. അപ്പോൾ y1 വരുന്നത് 0 ആയിരിക്കും അല്ലെ. രണ്ടിലും y 3 0 ആണ് വരുന്നത്. 0 ഡിവൈഡഡ് ബൈ അപ്പുറം x2 വരുന്നത് 0 ആണ്, മൈനസ് x1 5 ആണ് വരിക. ആൻസർ 3 0 പോയാൽ 3 തന്നെയാണ്. ബൈ 0 ന് 5 പോയാൽ ആ 0 മാത്രം ഒഴിവാക്കുക. അപ്പൊ വരുന്നത് മൈനസ് 5 ആണ് വരിക. മൈനസ് 5 മക്കളെ, 3 ബൈ മൈനസ് 5 എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? ഈ മൈനസിന് നേരെ മേലേക്ക് എഴുതാം. മൈനസ് 3 ബൈ 5 എന്നും എഴുതാം. രണ്ടും സെയിം തന്നെയാണ്, ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ലോപ്പ് കിട്ടി. ഇനി ഇക്വേഷൻ ആണ് എഴുതാൻ പോകേണ്ടത്. നമ്മൾ വരയുടെ സമവാക്യം എഴുതണമെങ്കിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ പഠിച്ചത്? വരയുടെ സമവാക്യം എഴുതാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് ബിന്ദുക്കളല്ലാതെ ഈ വരയിൽ ഒരു എക്സ് വൈ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റും കൂടി ഉണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യും അല്ലെ, നമ്മൾ വിചാരിക്കും. ഇനി അത് വെച്ചിട്ട് ആ എക്സ് വൈയും മറ്റ് ഏതെങ്കിലും ഒരു ബിന്ദുവും തമ്മിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിലുള്ള സ്ലോപ്പിന്റെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നോക്കാം, നമുക്ക് 0 3 എക്സ് വൈ എടുക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും സ്ലോപ്പ് കാണാൻ പോവാണ്. സ്ലോപ്പാണ് നമ്മൾ എടുക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ ചെരിവ് കാണാൻ പോവാണ്. നമുക്ക് എന്ത് ചെയ്യാം? 0 3 അതുപോലെ തന്നെ എക്സ് വൈയും എടുക്കാം. അപ്പൊ എങ്ങനെ നമ്മുടെ ഫോർമുല വരിക? സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 അതായത് y മൈനസ് 3 ബൈ x2 മൈനസ് x1 അതായത് x മൈനസ് 0 എന്ന് വരും. അതിന് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആക്കാം. y മൈനസ് 3 ബൈ x എന്ന് 0 പോയാൽ x തന്നെയാണ് വരിക. ഇതാണ് സ്ലോപ്പ്. ഇങ്ങനെ എഴുതാൻ പണിയില്ലല്ലോ. നമ്മൾ ഇക്വേഷൻ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷനായി മാറണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഒരു വരയിലെ എല്ലാ സ്ലോപ്പുകളും തുല്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ആയിരിക്കും. സോ രണ്ട് സ്ലോപ്പുകളും ഇക്വേറ്റ് ചെയ്യാം. ഈ സ്ലോപ്പ് ഇതാണ് ഒറിജിനൽ ചെരിവ് സ്ലോപ്പ്, ഇതാണ് ഇപ്പൊ കിട്ടിയത്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യൽ ഇങ്ങനെയാണ്: y മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് 3 ബൈ 5. രണ്ട് സ്ലോപ്പുകളും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ആവണമെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. അതായത് ഇതാ ഇവിടെയുള്ള സാധനത്തെ നേരെ ഇങ്ങോട്ടേക്ക് ക്രോസ് അടിക്കുക. അപ്പൊ എന്താ വരിക? അതിന് ഇങ്ങോട്ട് ക്രോസ് അടിച്ചാൽ നമുക്ക് വരാൻ പോകുന്നത്, ശരിക്കും മനസ്സിലാക്കണേ, നമുക്ക് വരാൻ പോകുന്നത് മൈനസ് 3 ഇൻറ്റു എക്സ് ആണ്. അതായത് മൈനസ് 3 എക്സ് എന്ന് വരും. ഈക്വൽ അതുപോലെ എഴുതുക. ഇനി ബാക്കിയുള്ള രണ്ടാമത്തേനെ ക്രോസ് അടിക്കുക. ഇതിന് ഇങ്ങോട്ടേക്ക് അടിക്കുക. 5 y മൈനസ് 3 5 ഇൻറ്റു y മൈനസ് 3 എന്നാണ് വരിക. അത് ശരിക്ക് 5 ഗുണിക്കണം y മൈനസ് 3 എന്ന് നമ്മൾ എഴുതിയതിന്റെ അർത്ഥം. പക്ഷേ ഈ y മൈനസ് 3 ഒരുമിച്ചുള്ളതായതുകൊണ്ടാണ് അതിന് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻറ്റു എന്നുള്ള ഒരു സൈൻ അവിടെ വേണമെന്നില്ല. 5 ഇൻറ്റു y മൈനസ് 3. എടാ, ഇക്വേഷൻ എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം എഴുതിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടും. ഇനി
ബാക്കി അങ്ങോട്ട് എഴുതാൻ അറിയും അല്ലെങ്കിൽ തെറ്റില്ല എന്നുള്ളവർ അത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം 5 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റൻ ആണ്, ചിലപ്പോൾ അര മാർക്കൊക്കെ ഇവിടെ മേ ബി കട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എഴുതി തെറ്റിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്രയും അറിയൂ അതുകൊണ്ട് ചെയ്യാതിരിക്കാനൊന്നും നിൽക്കരുത്. അറിയുന്നവരെ നിങ്ങൾ എഴുതുക. അപ്പോൾ ബാക്കി ഇതാ നോക്കിക്കോ, ബാക്കി ഇങ്ങനെ വരിക -3x = 5 × y. ഇനി അങ്ങോട്ട് നമ്മൾ അന്ന് പഠിച്ചത് ഇങ്ങനെയാണ്, രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5നെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5y വരും, 5y. പിന്നെ മൈനസ് അതുപോലെ എഴുതി, പിന്നെ 5 × 3 15 15 അല്ലേ, അങ്ങനെ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത്രയും എഴുതുന്നെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, നോ പ്രോബ്ലം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയാണ്, ഇതിനൊന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. കാരണം ഇവിടെ ഒരു -3x ഒക്കെ ഉണ്ട് അല്ലേ, ഇക്വേഷൻ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പം വരുന്നത് എങ്ങനെയാ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ -3x ഈ 5y ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണമെങ്കിൽ 5y നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പം എന്ത് വരും, -3x -5y = അവിടെ പിന്നെ ബാക്കി -15 ഉള്ളൂ, -15. ഞാൻ ഇങ്ങോട്ട് എടുത്തത് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ശരിക്കും -3x ഇപ്പുറത്തേക്ക് എടുക്കുന്നതാണ്, ഈക്വലിന്റെ മറ്റേ സൈഡിലേക്ക് എടുക്കുന്നത് നല്ലത്. അപ്പോൾ അത് +3x ആയി മാറും, വളരെ എളുപ്പം. അതേ സമയത്ത് തന്നെ -15 നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്താൽ നമുക്കത് 15 ആയി മാറും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇനി നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകണ്ട, നേരെ എല്ലാ ചിഹ്നവും മാറ്റുക. കാരണം -xന്റെ കൂടെയുള്ള നെഗറ്റീവ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ xന്റെ കൂടെയുള്ള നെഗറ്റീവ് ഒഴിവാക്കി എഴുതുക, അത് 3x എന്നാണ് വരിക. അതേ സമയത്ത് ബാക്കി എല്ലാ ചിഹ്നങ്ങളും മാറ്റുക. ഇവിടെ ബാക്കി -5y പകരം +5y ആയിട്ട് എടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാത്തിനെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മൈനസിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് +i, -5y +i, അപ്പൊ = അടുത്തതിന്റെ മൈനസ് അങ്ങ് പോകും, 15 ആയി മാറും. ഇതാണ് നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ. ഇനി ഇതിൽ ഒന്നും കൂടി മാറ്റണമെങ്കിൽ 3x + 5y, 15 വേണമെങ്കിൽ ഈക്വൽ ഇങ്ങേ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ അത് -15 = 0 എന്നും വരും. വേണമെങ്കിൽ മാത്രം അങ്ങനെ എഴുതണ്ട, ബാക്കി വരെ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ലൈൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വരയുടെ സമവാക്യം കിട്ടി, അതുപോലെ ചെരിവ് കിട്ടി, അതുപോലെ തന്നെ എയുടെയും ബിയുടെയും സൂചക സംഖ്യയും കിട്ടി. 5 മാർക്കിന് വരുന്ന ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് -1, 2, 7, 8 ഇവ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളും ആരവും കണക്കാക്കുക എന്നാണ് അടുത്ത പറഞ്ഞത് അല്ലെ. എന്താണ്, സർക്കിൾ വിത്ത് ഡയമീറ്റർ എൻഡ് പോയിന്റ്സ് -1, 2 and 7, 8. ഓക്കെ, then find സെന്റർ ആൻഡ് റേഡിയസ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇത് ഷോർട്ട് ആക്കിയിട്ടുണ്ട് ക്വസ്റ്റൻസ്, നിങ്ങൾ തന്നിരിക്കുന്നതിൽ കൃത്യമായിട്ടൊന്ന് നോക്കുക, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇവിടെയും സംഭവം ഡയറക്റ്റ് ചോദിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. സംഭവം സിമ്പിൾ തന്നെയാണ്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതാ ഒരു വൃത്തമുണ്ട്, ഇവിടെ സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം വെറുതെ നമ്മൾ റഫ് ആയിട്ട് ഒരു സർക്കിൾ നിങ്ങൾ വരച്ചു നോക്കുക. ഇതെന്താ പറഞ്ഞത്, ഈ സർക്കിളിന്റെ വര ഒരു വ്യാസം അല്ലെ, അപ്പൊ സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന വരയാണ് വ്യാസം, ഡയമീറ്റർ. ഓക്കെ, ഇതാ ഇവിടെയാണ് സെന്റർ ഉണ്ടാവുക. അപ്പൊ -1, 2, 7, 8 ഇവ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തം അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഡയമീറ്റർ ആണ്. അതിന്റെ ഒരറ്റത്ത് എന്തുണ്ടാവും, -1, 2 ഉണ്ടാവും. ഇങ്ങേ അറ്റത്ത് വരുന്നത് 7, 8 ഉണ്ടാവും. ഓക്കെ, അത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഒരു വര കിട്ടി, അത് ഡയമീറ്റർ ആയി എടുത്തുകൊണ്ട് നമ്മളൊരു വൃത്തം സർക്കിൾ വരച്ചു. ഇനി ഇവിടെ പറഞ്ഞ കാര്യം നോക്കാം. എന്താണ്, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളും ആരവും കണക്കാക്കുക. അതായത് ഈ സർക്കിളിന്റെ സെന്ററിന്റെ പിന്നെ കോർഡിനേറ്റ് വേണം, അതുപോലെ തന്നെ അതിന്റെ റേഡിയസും വേണം. സെന്ററിന്റെ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മളിത് ഒരുപാട് നോട്ടിലൊക്കെ നമ്മൾ ചെയ്തതാണ്, നമ്മൾ ക്ലാസ് ചെയ്തതാണ്. എന്താണ് സിമ്പിൾ ആയിട്ട് കിട്ടും, എന്താ വരിക, ഇതാ ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ തന്നെയാണ് ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് അല്ലേ. അപ്പൊ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെയാണ് സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരിക. സോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്നാമത്തെ ആൻസർ മിഡ് പോയിന്റ് ആണ്, മിഡ് പോയിന്റ്. ഓക്കെ, മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ മതി, മധ്യബിന്ദു അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഫോർമുല ഉണ്ടെന്നാണ്, x1 + x2/2 y1 + y2/2 അല്ലെ. x1 + x2/2 എന്ന് വരും. അതുപോലെ തന്നെ ബ്രാക്കറ്റ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം അല്ലെ, അതാണ് നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് വരും, y2 അല്ലെങ്കിൽ y1 + y2/2 ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല. അതിൽ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, എളുപ്പത്തിൽ കിട്ടുവേ. x1 ഏതാ കിട്ടുന്ന നോക്കിയാൽ x1 എഴുതാ, ഇവിടെ x1 -1 ആണ്, x2 7 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന -1 + 7/2. രണ്ടാമത്തത് y1 2 ആണ്, y2 8 ആണ്. അപ്പൊ 2 + 8/2 ഇങ്ങനെയാണ് കിട്ടുക. അത് രണ്ടും കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. എല്ലാം കൂടി ആഡ് ചെയ്യുക, വേറെ ഒന്നും നോക്കണ്ട. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് -1ഉം 7ഉം കൂടെ കൂട്ടിയാൽ കൃത്യമായിട്ട് അറിയണം. എന്താണ്, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആണ്. വലുതെന്ന് ചെറുത് കുറക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ 7ന്ന് 1 പോയാൽ 6 വരും, 6ന്റെ പകുതി. 6 പോസിറ്റീവ് നമ്പർ ആണ്, 7 പോസിറ്റീവ് ആണല്ലോ. വലുതെന്ന് ചെറുത് കുറക്കുക, അപ്പൊ 7ന്ന് 1 പോയാൽ 6. എന്നിട്ട് വലുതിന്റെ ചിഹ്നം, വലുത് ഇവിടെ 7 ആണ്, പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതാ ഈ മൈനസ് സൈഡിലോട്ട് നോക്ക്, -1 + 7 നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിട്ട് 7 ആദ്യം എഴുതുക, +7 ആദ്യം എഴുതുക, എന്നിട്ട് -1 എഴുതുക. അതിന്റെ അർത്ഥം 7ന്ന് 1 കുറക്കുക, മീൻസ് 6.
അപ്പോൾ 6/2 വരും. ഇവിടെ 8 2 10 ആണ്. 10/2 ആണ് വരിക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എത്ര വരും? 6ന്റെ പകുതി 3 ആണ്. 10ന്റെ പകുതി 5 ആണ്. 3 5 ആണ് കേന്ദ്രത്തിൻ്റെത്. സെന്റർ, വൃത്തകേന്ദ്രം അഥവാ ലൈനിന്റെ സെന്റർ. അതും കിട്ടി. ഓക്കെ. അപ്പൊ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആരം കിട്ടണം. ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലെ? ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ അധികം ചിന്തിക്കാനൊന്നും പോകണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. രണ്ടാമത്തെ ഒന്നിൽ തന്നെ സബ് ക്വസ്റ്റൻ ആണ് റേഡിയസ് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെന്ററും ഏറ്റവും നല്ല നെഗറ്റീവ് എല്ലാം ഒഴിവായിക്കോ. ഈ പോസിറ്റീവ് നമ്പർ ഇത് രണ്ടും എടുത്ത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. നമുക്ക് റേഡിയസ് എന്ന് വെച്ചാൽ നമുക്കറിയാം സെന്ററിൽ നിന്നും ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള അകലമാണ്, ഡിസ്റ്റൻസ് ആണ്, അതാണ് റേഡിയസ്. അപ്പൊ അകലം കാണാനുള്ള ഫോർമുല നിങ്ങൾ പറഞ്ഞു നോക്ക്. ഡിസ്റ്റൻസ് അഥവാ അകലം. ഞാൻ അകലത്തിന് തൽക്കാലം റേഡിയസ് ആയിട്ട് തന്നെ കൊടുക്കാം. ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞോ, റൂട്ട് ഓഫ് ഒന്നെങ്കിൽ x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ x1 - x2 സ്ക്വയർ പ്ലസ് y1 - y2 സ്ക്വയർ. എന്തായാലും സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ റൂട്ട് ഓഫ് x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ എന്നാണ് വരിക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. x2 ഉള്ള സ്ഥലത്ത് x2 നിങ്ങൾക്ക് വലുതൊന്നും ചെറുത് കുറക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. x2 7 ആയിട്ട് എടുക്കാം. അപ്പോൾ x1 3 ആയിട്ട് എടുക്കാം. അപ്പൊ 7 - 3 അതിന്റെ സ്ക്വയർ വരും പ്ലസ് അടുത്ത y2 അതിന്റെ കൂടെ ഉള്ളത് 8 ആണ്. ഇപ്പുറത്തുള്ളത് 5 ആണ്. അപ്പൊ 8 - 5 അതിന്റെ സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് നോക്കിക്കോ. 7ന് 3 പോയാൽ 4 വരും. 4ന്റെ സ്ക്വയർ പ്ലസ് 8ന് 5 പോയാൽ 3 ആണ്. 3ന്റെ സ്ക്വയർ. ഇത് കണ്ടെത്താൻ ആൻസർ എത്രയാണെന്ന് പറയാൻ പറ്റണം. 4ന്റേത് 16 ആണ്. 3ന്റേത് 9 ആണ്. അപ്പൊ റൂട്ട് 16 9 കൂട്ടിയ 25 വരും. അപ്പൊ റൂട്ട് 25 5 വരും. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി 5 ആണ്. ആരം കിട്ടി 5. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. വൃത്തത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേ ഡിസ്റ്റൻസ് ഫോർമുലയിൽ തന്നെ നമ്മൾ വൃത്തത്തിന്റെ സമവാക്യം എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സർക്കിൾ ആദ്യം മനസ്സിലാക്കുക. ഒരു സർക്കിളിന്റെ നമുക്ക് റേഡിയസ് എഴുതണമെങ്കിൽ ഇക്വേഷൻ എഴുതണമെങ്കിൽ, സമവാക്യം എഴുതണമെങ്കിൽ നമുക്ക് ആകെ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ വൃത്തത്തിന്റെ ആരം, സർക്കിളിന്റെ റേഡിയസ് അറിഞ്ഞിരിക്കണം. അതുപോലെ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് അല്ലെ, വൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ അറിഞ്ഞിരിക്കണം. രണ്ടും നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ റേഡിയസ് നമുക്ക് ഇപ്പൊ കിട്ടി 5 എന്ന് കിട്ടി. വൃത്തകേന്ദ്രം 3 5 ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പോവാണ്. ഇക്വേഷൻ എഴുതുന്ന നമ്മുടെ ഫോർമുല നമ്മളത് വേണമെങ്കിൽ അത് എഴുതാം, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ അത് എഴുതാം. ആ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്. എന്താ വരുക? x - a സ്ക്വയർ അല്ലെ, x - a സ്ക്വയർ പ്ലസ് y - b സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, സർക്കിളിന്റെ ഇക്വേഷൻ, വൃത്തത്തിന്റെ സമവാക്യം. അതിൽ എക്കും ബിക്കും ആ നമ്പർ എഴുതി കൊടുക്കുക, ആറിന്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ വരുന്നത് x - a 3 ആണ്. ഇതാണ് സെന്റർ അല്ലെ, 3 5. അപ്പൊ എയുടെ സ്ഥലത്ത് 3 സ്ക്വയർ എന്ന് എഴുതുക പ്ലസ് y - bക്ക് പകരം 5 എന്ന് എഴുതുക സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്ന് വെച്ചാൽ 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ വേണമെങ്കിൽ ഇതിന് x - 3a സ്ക്വയർ പ്ലസ് y - 5a സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഒന്നും ചെയ്യാൻ പോകണ്ട, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, നിർത്തിക്കോ. കാരണം ഇത് ഇത്രയും ലെവലിൽ കൂടിയ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്, എല്ലാം ചെയ്തു. അതിന് വീണ്ടും ഇനി a - b ഹോൾ സ്ക്വയറിലേക്ക് ഒന്നും നിങ്ങൾ ചെയ്യാൻ പോകണ്ട, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, നോ പ്രോബ്ലം. ഓക്കെ. ഇനി ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റൻ ചോദിച്ചെന്നാ ഇക്വേഷൻ നമ്മൾ എഴുതി, സർക്കിളിന്റെ ഇക്വേഷൻ എഴുതി. ഇനി ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ 0 1 എന്നാണ് ചോദിച്ചത്. അതായത് 0 1 is 0 1 a point on the circle എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ചെക്ക് if 0 1 lies on circle. അതായത് നോക്കുക, ഈ വൃത്തത്തിൽ നോക്കിയ സർക്കിൾ നോക്കുക, ഇങ്ങനെയുള്ള ഈ പോയിന്റിൽ ഇവിടെ എല്ലാം ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണോ ഈ 0 1 എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. 0 1 എന്ന് വെച്ചത് y ആക്സിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. എന്തോ അവിടെ എവിടെയും ആവട്ടെ, നമുക്ക് ഇവിടെ കൊടുക്കാം 0 1 ഇങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങളിപ്പോൾ ഇതാ ഈ കേന്ദ്രം 3 5 7 8 തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം, അതാണ് റേഡിയസ്, ആരം കണ്ടുപിടിച്ചു, 5 എന്ന് കിട്ടി. അതുപോലെ 7 8 പോലെ തന്നെ ഒരു സ്ഥലത്തുള്ള പോയിന്റ് ആണല്ലോ ഈ 0 1 ആവേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 3 5 0 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് വീണ്ടും കണ്ടുപിടിക്കാം. അതും റേഡിയസ് തന്നെയാണ് വരിക. അത് 5 കിട്ടുന്നുണ്ടോ നോക്കുക. 5 കിട്ടുന്നുണ്ടെങ്കിൽ ആ പോയിന്റും ഇതിൽ തന്നെ ഉണ്ടെന്ന് പറയാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ 0 1 ഇപ്പം ചെയ്ത സർക്കിളിന്റെ ഇക്വേഷനിൽ 0 1 ആയതുകൊണ്ട് തന്നെ എക്സിന്റെ 0യും y 1ഉം ഉള്ളത്, അത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരുന്നത് 25 കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അങ്ങനെയും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, 0 1 ഇതിലുള്ള ഒരു പോയിന്റ് ആണെന്ന് പറയാം. അപ്പൊ ഏറ്റവും നല്ലത് ആദ്യം ചെയ്യേണ്ട മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ചെയ്ത നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ,
ഈ വൃത്തത്തിന്റെ ഇക്വേഷനിൽ 0 1 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എക്സിന് നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ വൈക്ക് നിങ്ങൾ 1 കൊടുക്കുക ഈ ഇക്വേഷനിൽ, ഇപ്പോൾ എഴുതിയ ഇക്വേഷനിൽ. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ആൻസർ 25 തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ, ഈക്വൽ ടു 25 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, 0 1 ലൈസ് ഓൺ ദി സർക്കിൾ, ഈ വൃത്തത്തിൽ ഒരു ബിന്ദുവാണ് 0 1 എന്ന് പറയാം. ഓക്കെ, ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെയാണ്. എക്സിന് 0 കൊടുക്കുക, അപ്പൊ എക്സ് മൈനസ് 3 പകരം 0 മൈനസ് 3 സ്ക്വയർ എന്ന് വരും. പ്ലസ് വൈക്ക് 1 കൊടുക്കുക, അപ്പൊ 1 മൈനസ് 5 സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു 25 എഴുതരുത്, അത് ലാസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 0 നിന്ന് 3 പോയാൽ നിങ്ങൾക്കറിയാം എത്ര വരുക, 0 നിന്ന് 3 പോയാൽ -3 തന്നെയാണ് വരിക. അപ്പൊ -3 സ്ക്വയർ അല്ലെ, -3 സ്ക്വയർ ആണ് വരിക. പ്ലസ് 1 നിന്ന് 5 പോയാൽ -4ന്റെ സ്ക്വയർ ആണ് വരിക. അത് എത്ര വരിക, 3ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 3 സ്ക്വയർ 9 ആണ്, അപ്പൊ -3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 തന്നെയാണ്. അപ്പൊ 9 പ്ലസ് 4 സ്ക്വയർ 16 ആണ്, അപ്പൊ -4ന്റെ സ്ക്വയറും 16 തന്നെയാണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 25 എന്ന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം, ശരിക്കും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് പറയാം, 0 1 ലൈസ് ഓൺ ദി സർക്കിൾ, അല്ലെങ്കിൽ 0 1 ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ എന്ന് പറയാം. ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് 0 1. ഓക്കെ, ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനിയിപ്പോ രണ്ടാമത്തെ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ ഐഡിയ കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വൃത്തകേന്ദ്രം 3 5 അതുപോലെ തന്നെ ഈ 0 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുക. എന്നിട്ട് റേഡിയസ് 5 തന്നെ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അതിന്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദാ സെന്റർ ആണ് 3 5 അല്ലെ, സെന്റർ 0 5, മറ്റേത് 0 1. അപ്പൊ ഇവർ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ ആരം റേഡിയസ് തന്നെയാണ്, അത് 5 തന്നെ കിട്ടണമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്യണോ, വേണമെങ്കിൽ നോക്കാം. ഇതാ നോക്കിക്കോ, √(x2 - x1) ആണ്. അപ്പൊ 3 - 0 എഴുതാം, 3 - 0 സ്ക്വയർ പ്ലസ് y2 - y1, 5 - 1 സ്ക്വയർ. അപ്പൊ വരുന്ന 3 0 പോയാൽ 3 തന്നെയാണ്, 3ന്റെ സ്ക്വയർ 9 ആണ് വരിക, പ്ലസ് അല്ലെ. അടുത്ത എന്താ വരിക, 5 ന്ന് 1 പോയാൽ 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 9 + 16. അപ്പൊ നിങ്ങൾക്ക് √25 ആണ് വരിക. അപ്പൊ അതിന്റെ ആൻസർ 5 തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ABC എന്ന ത്രികോണത്തിൽ AB 11 സെന്റിമീറ്റർ, AC 8 സെന്റിമീറ്റർ, കോൺ A 60 ഡിഗ്രി ആണ്. OC യിൽ നിന്നും എതിർവശത്തേക്കുള്ള ഉയരം കണക്കാക്കുക എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അതായത് അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇൻ ട്രയാങ്കിൾ ABC, AB equal to 11 centimeter and AC equal to 8 centimeter. Angle A equal to 60 degree. Then find the height from C to AB. Okay, find the height from C to AB എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ ഏതാണെന്ന് നമുക്ക് അറിയില്ല. ത്രികോണം തന്നിട്ടുണ്ട്, ഒരു കോൺ തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. അപ്പൊ പിന്നെ എന്തായാലും മട്ട ത്രികോണമാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെ. AB യും AC ഒക്കെ തന്നിട്ടുമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഞാനിതാ AB ഒരു വര വരക്കാം, എന്തോ ആവട്ടെ ഒരു വര വരക്കാം. ഒരു കോണ് 60 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആംഗിൾ A, അപ്പൊ ഞാൻ ഇവിടെ A കൊടുക്കാം. ക്ലിയർ? എന്നിട്ട് ആംഗിൾ A 60 ഡിഗ്രി ആയതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ ഒരു വര വരക്കാം. ഇത് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, 60 ഡിഗ്രി കൊടുത്തു. ഇനി പറഞ്ഞത് AB 11 ആണ്, AC 8 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. AB വേണമെങ്കിൽ ഇത് AB ആവാം, അല്ലെങ്കിൽ ഇത് AC ആവാം, നമുക്ക് ഏതാണെന്നൊന്നും അറിയില്ല. അവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ബാക്കി ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു. B ആണോ C ആണോ നമുക്ക് ഇത് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. നോക്കിക്കോ, OC യിൽ നിന്ന് എതിർവശത്തേക്കുള്ള ഉയരം കണക്കാക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, OC യിൽ നിന്ന് എതിർവശത്തേക്കുള്ള ഉയരം, OC യിൽ നിന്നല്ല, സോറി, C to AB ആണ് കേട്ടോ. ഹൈറ്റ് ഫ്രം C to AB ആണ് കേട്ടോ. C യിൽ നിന്നും എതിർവശത്തേക്കാണ്, O അല്ല, C യിൽ നിന്നും എതിർവശത്തേക്കുള്ള ഉയരം. അപ്പൊ നമുക്ക് എന്താ പറയുക, ഇത് തന്നെ C കൊടുക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആണ്. C യിൽ നിന്നും എതിർവശത്തേക്കുള്ള ഉയരം എന്ന് പറയുമ്പോൾ നേരെ AB ആണ് എതിർവശം, ഇങ്ങോട്ടുള്ള ഉയരമാണ് കണക്കാക്കേണ്ടത്. ഈ സൈഡ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ABC തന്നിട്ടുണ്ട്. ഇനി സൈഡുകൾ നോക്കിക്കോ, AB യുടെ ലെങ്ത് 11 സെന്റിമീറ്റർ ആണ്, 11 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. AC എവിടെ വരുക, AC ഇവിടെയാണ് വരിക. AC തന്നിട്ടുണ്ട് നിങ്ങൾക്ക് 8 സെന്റിമീറ്റർ ആണ്, 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. രണ്ടും ഉണ്ട്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ കുത്തനെ വരച്ചുള്ളത് അറിയത് ലംബമാണ്. ഇതാ മട്ട ത്രികോണമായിട്ടാണ് വരാറുള്ളത്, ലംബമാണ് അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ ആണ് ഈ ചെറിയ പീസ്. അപ്പൊ ഇത് 60 ആകുമ്പോൾ ഇത് നിങ്ങൾക്കറിയാം 30 ആണ് വരിക, ഇത് 30 ആണ് വരിക. ഒരു പണിയില്ലാണ്ട് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ കിട്ടും, ഒരു പണിയില്ലാണ്ട് കിട്ടി. നോക്കിയേ, ഇത്ര വരിക 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ഇതാ. ഇതിന്റെ കോണളവ് കണ്ടാൽ മനസ്സിലാവും, ഈ ചെറിയ ത്രികോണത്തിലെ കോൺ അളവ് കണ്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വരിക, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ളത്. അതിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 തന്നിട്ടുണ്ട് അല്ലെ. റേഷ്യോ നമുക്കറിയാലോ, ഈ സൈഡ് ഇങ്ങനെ വന്നാൽ റേഷ്യോ 1:√3:2 ആണ്. ഇങ്ങനെ നിങ്ങൾ നോക്കുക. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് 8 എന്ന് തന്നിട്ടുണ്ട്. അത് കിട്ടിയ ബാക്കിയെല്ലാം വേഗം കിട്ടുക. 30ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് അതിന്റെ പകുതി ആയിരിക്കും അല്ലെ. 90ന്റെ റേഷ്യോ 2 ആകുമ്പോൾ 30ന്റെ 1 ആണ്, അപ്പൊ അതിന്റെ ഹാഫ് ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 4 വരും. അപ്പൊ അതിനെ 4√3 അല്ലെ, √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അടുത്തത് കിട്ടും. ഇതാ, അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് മാത്രം വരുന്നതാണ് 4, 7
60ക്ക് ഓപ്പോസിറ്റ് കിട്ടാൻ ഒരു പണിയുമില്ല, അവിടെ ഒന്ന് മായ്ച്ചു കളയാം. ഓക്കെ, 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും, 4√3 ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കിട്ടി, ഹൈറ്റ് ഫ്രം സി ടു എ ബി, സോ ദാറ്റ് ഹൈറ്റ് ഈക്വൽ ടു സി ടു എ ബി, ഹൈറ്റ് ഫ്രം സി ടു എ ബി ഈക്വൽ ടു 4√3. ഒന്നാമത്തെ ആൻസർ 4√3 സെന്റിമീറ്റർ ആണ്. കാരണം നമുക്ക് ബാക്കിയെല്ലാം സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ള യൂണിറ്റ്, സോ ഇതും സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആണ് ചോദിച്ചത്, ഏരിയ ആണ് വേണ്ടത്. മക്കൾ നിങ്ങൾക്ക് അറിയാം, ഏരിയ കാണണമെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല ഉണ്ട്. ഹാഫ് ബി എച്ച് ചെയ്ത് നമുക്ക് വേഗം ചെയ്യാം. ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നോക്കിയേ, ഹാഫ് ഇൻറ്റു ബേസ് തന്നിട്ടുണ്ട്. ബേസ് എന്ന് വെച്ചതാ ഇതാണ്, നിങ്ങൾക്ക് ബേസ് ആയിട്ട് എടുക്കാം, പാദവശമായിട്ട് എടുക്കാം. അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്കുള്ള നിങ്ങൾക്ക് ഉയരവും തന്നിട്ടുണ്ട് അല്ലെ, ഉയരവും തന്നിട്ടുണ്ട്, രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ബേസ് എ ബി ആണ്, അപ്പോൾ അത് 11 ആണ് വരിക, ഇൻറ്റു ഹൈറ്റ് ഇപ്പൊ കിട്ടി 4√3 ആണ്, 4√3 ആണ്. അപ്പൊ ആൻസർ എത്ര വരും? അര ഇൻറ്റു 11 പോയിട്ട് 5.5 ഒന്നും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ട്രിക്ക് പറഞ്ഞിട്ടതാ, ഈ ഹാഫിനെ നേരെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരും? 2 വരും അല്ലെ. 4 ഹാഫുകൾ എന്ന് വെച്ചാൽ 2, എടാ 4 ഹാഫ് അൽഫാം, 2 ഫുള്ളിന് ഈക്വൽ അല്ലേ, അപ്പൊ അങ്ങനെ ആലോചിക്കുക. അപ്പൊ 2 എന്ന് വരും. അപ്പൊ 2√3 എന്നാണ് വരിക. അത് ഇൻറ്റു ബാക്കി 11 ഉണ്ട്, അത് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2നെ 11 കൊണ്ട് ഗുണിച്ചാൽ 22 വരും. 22√3 എന്ന് എഴുതാം. ഓക്കെ, ചെയ്ത മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മളിപ്പോൾ ചെയ്തത് ഇങ്ങനെയാണ്. അര ഇൻറ്റു 11 ഇൻറ്റു 4√3 ഇതിന് പകരം ഞാൻ ഹാഫ് ഇൻറ്റു 4√3 ആദ്യം എഴുതുക, പിന്നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അരയും 4ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 2 കിട്ടും. അപ്പൊ 2√3 ഇൻറ്റു 11 വരിക. 2 ഇൻറ്റു 11 22 ആണ്. അപ്പൊ 22√3 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾ √3ന്റെ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും പോകണ്ട. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊന്നും പറയില്ല. അഥവാ പറഞ്ഞാൽ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. √3ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √3 ഈക്വൽ ടു √3 ഈക്വൽ ടു 1.73 രണ്ടെണ്ണം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഏരിയയും കിട്ടി, ഹൈറ്റും കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി.